നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മുടെ വീട്ടിലെത്തുന്നതോടെ നിന്റെ അമ്മയുടെ കഷ്ടകാലം എല്ലാം തീരും. അല്ല, ചന്ദ്രിക ഇവിടെ വരുന്നു നീ പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. ചിലപ്പോ വന്നിട്ട് പോയി കാണും. അമ്മ ചിലപ്പോ അങ്ങനെയാ, അതിരാവിലെ വന്ന് തൊഴുതിട്ട് പോവും. ഏതായാലും നീ ഒന്ന് ഫോൺ വിളിച്ചു നോക്ക്. ചന്ദ്രിക ക്ഷേത്രത്തിലേക്ക് വരുന്നുള്ളെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. അത് ശരിയാ, ഞാൻ വിളിക്കാം. മോളെ, അമ്മ രാവിലെ ക്ഷേത്രത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് എന്തു പറ്റി? ഞാനും പാർവതിന്റെ ഇവിടെ ഉണ്ട്. അമ്മയെ കണ്ടില്ലല്ലോ. ഞാൻ നേരത്തെ തൊഴുതിട്ട് പോന്നു. അമ്മ ഇപ്പൊ എവിടെയാ? അടുക്കളയില്ല. ഓ, രാവിലെ തന്നെ ഊണ് റെഡിയാക്കണമെന്ന് അമ്മായി പറഞ്ഞു കാണും. അതാവും വെളുപ്പിനെ തന്നെ ക്ഷേത്രത്തിൽ വന്നതല്ലേ. അമ്മയെ വീട്ടിലേക്ക് നേരിട്ട് ക്ഷണിക്കണമെന്നും പറഞ്ഞ് പാർവതിയന്റെയും കൂടെ ഉണ്ട്. അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? അരി തിളയ്ക്കുന്നതിലേക്ക് ശ്രദ്ധ പോയി. ഈ കഷ്ടപ്പാടൊക്കെ ഇന്നും കൂടിയുള്ളൂ. വൈകിട്ട് ഞാൻ അമ്മയും നിഖിലിനെയും കൂട്ടാൻ വരും. ഫോൺ എനിക്കൂടെ താമോളെ. ചന്ദ്രികയെ ഞാനും ക്ഷണിക്കാം. അമ്മേ, ഞാൻ പാർവതി ആന്റിക്ക് ഫോൺ കൊടുക്കാം. ഹലോ ചന്ദ്രികെ, ഇന്നു മുതൽ നമ്മൾ ഒരു കുടക്കീഴിലെ താമസം. ഊണ് കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചോളൂ. ഗൗതം ഭയങ്കര ബിസി ആയിരിക്കും. അവന് ഇവളും കൂടി വന്നാലുടനെ നിങ്ങളിങ്ങോട്ട് പോന്നേക്കണം. ഞാൻ കാത്തിരിക്കും. ശരി.